നമസ്കാരം, ഞാൻ ഡോക്ടർ നാദിയ. സ്വർണ ക്രീം റിലേറ്റഡ് ഡൗട്ട് ക്ലിയറൻസ് വീഡിയോ ആണിത്. സ്വർണ ക്രീമിനകത്ത് മെർക്കുറി പോലെയുള്ള ഹെവി മെറ്റൽസ് ഉണ്ടോ, ഇതിനകത്ത് സ്റ്റിറോയിഡ് ഉണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ ഓരോ ബാച്ച് പ്രോഡക്ട്സ് ഇറക്കുന്ന സമയത്തും നമ്മൾ ഇതിൻ്റെ എല്ലാം ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. സ്വർണ ക്രീമിൽ ഹെവി മെറ്റൽസ് അല്ലെങ്കിൽ സ്റ്റീറോയിഡ് തുടങ്ങിയ കണ്ടൻസിൻ്റെ യാതൊരു വിധമായ പ്രസൻസും ഇല്ല എന്നുള്ള ഗ്യാരണ്ടി ഞങ്ങൾക്കുണ്ട്. അതിന് സപ്പോർട്ടീവായിട്ടുള്ള ഡോക്യുമെൻസും നമ്മുടെ കയ്യിലുണ്ട്. സ്വർണ ക്രീം എന്ന് പറയുന്നത് ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ഇതിൻ്റെ പിന്നിൽ ഇതിൻ്റെ മാനുഫാക്ചറിങ് ഡീറ്റെയിൽസ്, ഞങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്, ഞങ്ങളെ റീച്ച് ചെയ്യാനായിട്ടുള്ള ഫോൺ നമ്പർ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും വിധത്തിലുള്ള ഡൗട്ട്സോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ എന്ത് ടൈപ്പായിട്ടുള്ള എന്താണ് നിങ്ങളുടെ ഡൗട്ട് എന്നുള്ളത് അത് ക്ലിയർ ചെയ്യുകയും അതിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സ് നമുക്ക് തരാനായിട്ടുള്ള കാര്യങ്ങളും ഞങ്ങളുടെ അടുത്തുണ്ട്. ബേസിക്കലി സ്വർണ ക്രീം ഒരു റിപ്പയറിംഗ് ക്രീമാണ്. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, ആദ്യത്തെ 3 months അതിൻ്റെ ഒരു റിപ്പയറിംഗ് പീരീഡ് ആണ്. ആ 3 months തന്നെ ഫസ്റ്റ് ഒരു 20 days തന്നെ നമ്മുടെ സൺ ടാൻ മറ്റു കാര്യങ്ങൾ റിമൂവ് ആവുന്ന സമയത്ത് നമുക്ക് ആ ചൈൽഡ്ഹുഡിലുള്ള ആ ഒരു കളർ നമുക്ക് പുറത്തേക്ക് കിട്ടുന്നതാണ്. ഞങ്ങൾ ബീങ് മാനുഫാക്ചറേഴ്സ് നമ്മൾ പറയാറുണ്ട്, ഒരാളെ വെളുത്തിട്ട് പാറിക്കാനുള്ളൊരു ക്രീം അല്ല സ്വർണ ക്രീം. അങ്ങനെ വെളുത്തിട്ട് പാറുകയില്ല. നമുക്ക് അവനവന് കൊച്ചിലെ എന്തായിരുന്നോ കളർ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ആ ചെസ്റ്റിന്റെ റീജിയനിൽ നമുക്ക് എന്താണോ കളർ ഉള്ളത് ആ കളർ തിരിച്ചു തരുന്ന ഒരു ക്രീമാണ് സ്വർണ ക്രീം. എലോങ് വിത്ത് ദാറ്റ് കളർ നമ്മുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്കൊരു ഗ്ലോ ഫാക്ടറും കൂടെ ആഡ് ഓൺ ആവുന്നുണ്ട്. അത് കാരണം നമ്മുടെ സ്കിൻ പണ്ടത്തതിനേക്കാളും കുറച്ചും കൂടെ വളരെ ഹെൽത്തി ആയിട്ടും നല്ല ഗ്ലോയിങ് ആയിട്ടും ഇരിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ സ്വർണ ക്രീം 1 അല്ലെങ്കിൽ 2 ബോട്ടിൽ നമ്മൾ യൂസ് ചെയ്തു, ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഈ കിട്ടിയിരിക്കുന്ന ക്ലിയർ സ്കിൻ അല്ലെങ്കിൽ ഈ ഗ്ലോ ലൈഫ് ലോങ് നിലനിൽക്കുമോ എന്നുള്ളത്. ഇത് പ്രാക്ടിക്കലി തീരെ പോസിബിൾ അല്ലാത്ത ഒരു കാര്യമാണ്. നമ്മുടെ സെൽസ് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഒരു സ്കിൻ സൈക്കിൾ എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് നമുക്കിപ്പോൾ ഒരു സെൽ നമുക്ക് ജനിച്ച്, സ്കിന്നിൻ്റെ ഒരു സെല്ല് നമുക്ക് ജനിച്ച് അത് ഒന്ന് ഗ്രോ ചെയ്ത് അത് മെച്ചുറായി പിന്നെ അത് ഷെഡ് ചെയ്തിരിക്കും. ഈ ഒരു പീരീഡിന് നമുക്ക് 30 days ആണ് നമുക്ക് നോർമലി എടുക്കുന്നത്. ആ 30 daysന് ശേഷം നമുക്ക് ജനിക്കുന്ന പുതിയൊരു സെൽ എന്ന് പറയുന്നത് നമ്മൾ അവിടെ നമ്മുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ്സ് ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ അവനവൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തുനിന്ന് ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ആ കോശങ്ങൾ മാത്രമേ നമുക്ക് ജനിക്കൂ. അത് സ്വർണ്ണ തന്നിട്ടുള്ള ആ സ്കിൻ ജനിക്കണം എന്ന് നമ്മൾ പറയുന്നതിലോ ആഗ്രഹിക്കുന്നതിലോ യാതൊരു അർത്ഥവുമില്ല. അത് പ്രാക്ടിക്കലി നടക്കാത്ത കാര്യമാണ്. നമ്മൾ സ്വർണ്ണ യൂസ് ചെയ്തിട്ട് നമുക്ക് വന്നിരിക്കുന്ന ആ ക്ലിയർ സ്കിൻ നമുക്ക് നിലനിൽക്കണമെങ്കിൽ നിർബന്ധമായും നമ്മൾ മെയിൻ്റനൻസ് ചെയ്യേണ്ടതാണ്. അത് സ്വർണ്ണ എന്ന് മാത്രമല്ല, നമ്മൾ ഹോം റെമഡീസ് ചെയ്ത് കഴിഞ്ഞാലും ശരി, ഗ്ലൂട്ടാത്തിയോൺ എടുത്താലും ശരി, മെഡിഫേഷ്യൽസ് ചെയ്ത് കഴിഞ്ഞാലും ശരി, അല്ല ഈ ലോകത്തുള്ള ഏത് ഡോക്ടറിൻ്റെ അടുത്ത് പോയി അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാലും ശരി, അതിനെ മെയിൻ്റനൻസ് എന്ന് പറയുന്ന കാര്യം നിർബന്ധമായും വേണ്ടതാണ്. നമുക്കുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് നിലനിൽക്കൂ. അതിൽ കൂടുതൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് മെയിൻ്റനൻസ് ചെയ്തിരിക്കണം. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ബ്രഷ് ചെയ്യുന്നുണ്ട് രാവിലെ, എല്ലാ ദിവസവും എന്തിനാണ് ബ്രഷ് ചെയ്യുന്നത്? ഇത്രയും ഒരു 10-25 വർഷം നമ്മൾ ബ്രഷ് ചെയ്ത ആളാണെങ്കിൽ ആ ബ്രഷിങ് നിർത്തിയാൽ പോരെ? അതൊന്നും പ്രാക്ടിക്കലി നടക്കുന്ന കാര്യങ്ങളല്ല. പുതിയ ഡെഡ് സെൽസ് ആണ് നമുക്ക് ഡെവലപ്പ് ആവുന്നത്. അതേപോലെ നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുന്ന ആളാണ്, ഇത്രയും വർഷം ഫുഡ് കഴിച്ചു, ഇനി നിർത്തിയാൽ പോരെ? അതും പ്രാക്ടിക്കലി നടക്കില്ല. നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും അത് നിലനിൽക്കണമെങ്കിൽ അത് മെയിൻ്റനൻസ് ചെയ്തിരിക്കണം. ഇൻ ഷോർട്ട്, നമുക്കൊരു ഹെൽത്തി ആയിട്ട് ഇരിക്കണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ബോട്ടിൽ ഓഫ് സ്വർണ നമ്മളൊരു 3 months കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക. ലേറ്റർ നമ്മൾ ആ മെയിൻ്റനൻസ് മോഡിലേക്ക് പോവുക. അതായത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമ്മൾ സ്വർണ്ണ യൂസ് ചെയ്യുക. എന്തെങ്കിലും ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ഇവന്റ്സ് ഉള്ള സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു 10 days അല്ലെങ്കിൽ 20 days നമ്മൾ സ്വർണ്ണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലം ഇല്ല. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള സൺ പ്രൊട്ടക്ഷൻ നിർബന്ധമാണ്. അത് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുക. കാര്യം ഓരോ ക്ലൈമറ്റ് അനുസരിച്ചിട്ടും നമ്മുടെ സ്കിൻ, ഇപ്പോൾ സ്വർണ്ണ യൂസേഴ്സ് ഇപ്പോൾ വർഷങ്ങളായി ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. 10 years ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന 10 to 12 years ആയിട്ട് യൂസേഴ്സ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അവർക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഓരോ ക്ലൈമറ്റ് അനുസരിച്ചും നമ്മുടെ സ്കിന്നിലും സ്വർണ്ണയുടെ റിസൾട്ടിലും മാറ്റം വരുന്ന പോലെ നമുക്ക് അറിയാം. കാര്യം സ്വർണ്ണയുടെ റിസൾട്ട് മാറുന്നതല്ല, നമുക്ക് സൺ എക്സ്പോഷർ വരുന്ന സമയത്ത് നമുക്ക് ആ സ്കിൻ ഇത്തിരി ഡള്ളാകും. അന്ന് രാത്രി നമ്മൾ സ്വർണ്ണ തേക്കുന്ന സമയത്ത് അതിന്റെ റിപ്പയറിങ് നടക്കും. ആ ഒരു ഫാക്ടറാണ് നടക്കുന്നത്. ഇൻ ഷോർട്ട്, നമ്മളിപ്പോൾ സമ്മറിൽ യൂസ് ചെയ്യുന്ന സമയത്ത് റിസൾട്ട് കുറഞ്ഞതായിട്ടും ക്ലൈമറ്റ് ഒന്ന് മാറി അല്ലെങ്കിൽ നമ്മൾ വീട്ടിലൊരു 5-6 ദിവസം ഇരിക്കുന്ന സമയത്ത് നന്നായി ബ്രൈറ്റ് ആവുന്നതായിട്ടും കാണാറുണ്ട്. ഇപ്പോൾ ന്യൂസിലെല്ലാം ഉള്ള ആ ഡേഞ്ചറസ് ആയിട്ടുള്ള മെർക്കുറി കണ്ടന്റ് കൂടിയിട്ടുള്ള പ്രൊഡക്റ്റ് ഉപയോഗിച്ച ആളുകൾ സ്വർണ്ണ ക്രീം യൂസ് ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഞങ്ങൾ തീരെ അഡ്വൈസ് ചെയ്യുന്നില്ല. അങ്ങനെ യൂസ് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ അവർ നിർബന്ധമായിട്ടും അവരുടെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ആൻഡ് റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ഇത് എടുക്കുക. എടുത്ത് ഒരു 1 or 2 months വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ സ്വർണ്ണ ക്രീമിലേക്ക് വരുന്നതാണ് ഞങ്ങൾ അഡ്വൈസ് ചെയ്യുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.